ഇക്കഴിഞ്ഞ മെയ്യിൽ വയനാടിനെ നടുക്കിയ സംഭവമായിരുന്നു വെണ്ണിയോട് വൈപ്പടി സ്വദേശിയായ ഫാത്തിമയുടെ കൊലപാതകം. വയോധികയായ ഫാത്തിമയുടെ ജീവൻ ആര് എന്തിനില്ലാതാക്കി എന്നുള്ള ചോദ്യത്തിനൊടുവിൽ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. പ്രദേശവാസിയായ 17-കാരനാണ് ആ ക്രൂര കൊലപാതകത്തിന് പിന്നിൽ. ആവശ്യപ്പെട്ട പണം നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കൗമാരക്കാരനെ ഈ കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നാടിനെ നടുക്കിയ അരും കൊലയിൽ പ്രതി അകത്താകുമ്പോൾ നടന്ന സംഭവം വിശദമായി പ്രേക്ഷകരോട് പറയും. വയനാട്ടിൽ നിന്ന് എം കമൽ. മെയ് 24-നാണ് വയനാട് കോട്ടത്തറ പഞ്ചായത്തിലെ വെണ്ണിയോട് വൈപ്പടിയിൽ നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകം നടന്നത്. വൈകിട്ട് ഏതാണ്ട് 5 മണിയോടെയാണ് 85 വയസ്സുകാരിയായ ഫാത്തിമയെ സ്വന്തം വീടിൻ്റെ വരാന്തയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അന്നു മുതൽ നാട്ടുകാരുടെ സംശയം മുഴുവൻ പരിസരത്ത് തന്നെയുള്ള കുറച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു 17-കാരനെ കേന്ദ്രീകരിച്ചായിരുന്നു. പോലീസ് ഈ കൗമാരക്കാരനെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടിയാണ് കുറ്റവാളി എന്ന പോലീസ് പറഞ്ഞിരുന്നില്ല. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ 17-കാരൻ തന്നെയാണ് ഈ ക്രൂരമായ കൊലപാതകം ചെയ്തത് എന്ന് പോലീസ് ഔദ്യോഗികമായി അറിയിച്ചു. ഈ വയോധികയോട് ഈ കുട്ടി പണം ചോദിച്ചിരുന്നു. പക്ഷേ പണം നൽകാൻ ഫാത്തിമ തയ്യാറായില്ല. അങ്ങനെ വൈകിട്ടോടെ വീട്ടിലെത്തിയ ഈ 17-കാരൻ വയോധികയെ കിടപ്പുമുറിയിൽ വെച്ച കഴുത്തിൽ വള്ളി കുരുക്കി മുറുക്കി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രതിയിൽ നിന്ന് കുറ്റസമ്മത മൊഴി ലഭിച്ചിരുന്നു. പക്ഷേ കൃത്യമായ തെളിവുകൾ, പ്രത്യേകിച്ച് പ്രതിയുടെ പ്രായം ഒക്കെ കണക്കിലെടുത്ത കൃത്യമായ ഒരു തെളിവുകൾ ഇല്ലാത്തതിനാലാണ് പോലീസ് ഈ വിവരം വെളിപ്പെടുത്താതിരുന്നത്. എന്തായാലും പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഈ പ്രതിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിലാണ് പോലീസ് ഹാജരാക്കിയത്. നേരത്തെ മോഷണമടക്കമുള്ള പല കുറ്റങ്ങളിലും ഈ ജുവനൈൽ ആക്ട് പ്രകാരമൊക്കെ ശിക്ഷ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സംശയം മുഴുവൻ ഈ പ്രതിയിലേക്കായിരുന്നു. തുടക്കം മുതൽ തന്നെ പലരും ആ ദിവസം തന്നെ ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ സംശയം ശരിവെക്കുന്ന രീതിയിലാണ് പോലീസിൻ്റെ അന്വേഷണവും എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രായപൂർത്തിയാകാത്ത പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. ഏതാണ്ട് 22 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ഗ്രാമത്തെ ആകെ ഞെട്ടിച്ച കൊലപാതകത്തിൻ്റെ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്, അത് ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.